നമസ്കാരം. സംഭാലിന് ശേഷം വാരണാസിയിലെ മുസ്ലിം ആധിപത്യമുള്ള പ്രദേശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം കണ്ടെത്തിയത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണിപ്പോൾ. വാരണാസിയിലെ മദൻപുര പ്രദേശത്താണ് ക്ഷേത്രം കണ്ടെത്തിയത്. 250 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് വിലയിരുത്തൽ. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 40 വർഷമായി ഈ ക്ഷേത്രം പൂട്ടിക്കിടക്കുകയായിരുന്നു. മുസ്ലിം കുടുംബം താമസിച്ചിരുന്ന വീടിനൊപ്പമാണ് ക്ഷേത്രവും കണ്ടെത്തിയത്. ഈ ഒരു വിഷയം ചർച്ചയായിരിക്കെ ഇപ്പോഴിതാ കാശിയിലെ 18 പുരാണ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാണാമറയത്താണെന്ന വാർത്ത പുറത്തു വരികയാണ്. ഉത്തർപ്രദേശിലെ സനാതന രക്ഷാദളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ അജയ് ശർമ്മയാണ് ഈ ഒരു വിവരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പുഷ്പ് ദന്തേശ്വർ മുതൽ തെക്ക് വരെ 18 പുരാണ തീർത്ഥാടനങ്ങളുണ്ട്. ദേവ്നാഥ് പുരയ്ക്കും മദൻപുരയ്ക്കും ഇടയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഇവയ്ക്കുള്ള തിരച്ചിലിനിടയിലാണ് 250 വർഷം പഴക്കമുള്ള ക്ഷേത്രം വാരണാസിയിൽ കണ്ടെത്തിയത്. ആരാണ് പൂട്ടിട്ടതെന്നും താക്കോൽ ആരുടെ കൈവശമാണെന്നും ആർക്കും അറിയില്ല. ഹിന്ദുക്കൾ ആധിപത്യം പുലർത്തിയിരുന്ന പ്രദേശങ്ങളായിരുന്നു ഇവ. പിൽക്കാലത്ത് മുസ്ലിങ്ങൾ ഇവിടം കയ്യേറുകയായിരുന്നു. കണ്ടെത്തുന്ന ക്ഷേത്രങ്ങളെല്ലാം വളരെ പുരാതനമായവയാണ്. 40 വർഷത്തോളമായി പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രമാണ് വാരണാസിയിലെ മദൻപുരയിൽ കണ്ടെത്തിയത്. 40 അടിയോളം ഉയരമുള്ള പുരാതന ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്നു. പൊടിപടലങ്ങളും മറ്റ് അവശിഷ്ടങ്ങൾ കൊണ്ടും നിറഞ്ഞിട്ടുണ്ട്. വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നിരവധി പേരാണ് പുരാതന ക്ഷേത്ര പരിസരത്തേക്ക് എത്തിയത്. കണ്ടെത്തിയ ക്ഷേത്രം സിദ്ധേശ്വര മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെന്നും ക്ഷേത്രത്തിനോട് ചേർന്ന് പുണ്യസ്ഥലമായ സിദ്ധതീർത്ഥയുണ്ടെന്നും സനാതന രക്ഷാദളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ അജയ് ശർമ്മ അവകാശപ്പെട്ടു. സംഭാലിലെ ഹനുമാൻ ക്ഷേത്രം കണ്ടെത്തി ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് സമാന രീതിയിൽ ക്ഷേത്രം കണ്ടെത്തുന്നത്. വാരണാസിയിലെ ക്ഷേത്രം തുറക്കാനുള്ള അനുമതി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്നാണ് വിവരം. ക്ഷേത്രത്തിൽ പൂജകൾ ഉടൻ നടത്തുമെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ അറിയിച്ചു. ക്ഷേത്രങ്ങൾ എവിടെ കണ്ടെത്തിയാലും അവിടെ പൂജകൾ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഭാലിൽ 2ാമത്തെ ക്ഷേത്രം കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഹയാത്ത് നഗർ മേഖലയിലാണ് ക്ഷേത്രം കണ്ടെത്തിയത്. കലാപകാലത്ത് ഹിന്ദുക്കൾ കുടിയേറിയതോടെയാണ് ക്ഷേത്രം അനാഥമായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.